എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ടു ജോബ സ്റ്റോറീസ്. അപ്പോ ഇന്ന് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിന്റെ ഒരു ഓവർവ്യൂ വീഡിയോ. നമ്മള് മൂന്നാറില് അബാദ് കോപ്പർ കാസൽ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് താമസിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ആനക്കുളം പോയിട്ട് വന്നത് ഭയങ്കര ലേറ്റ് ആയി, 11 മണിയായി എത്താൻ. കാരണം 7-7:15 സംതിങ് ആയി ആന വന്നിട്ട് വെള്ളം കുടിക്കാൻ. അവിടെ ഒരു അരമണിക്കൂർ ഇരുന്നു കാണാൻ. എന്നിട്ട് 8 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടുമ്പോ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇവിടെ എത്തിയപ്പോ നല്ല കോടയായിരുന്നു. 10:30 കഴിഞ്ഞു. എന്നിട്ട് ചെക്ക് ഇൻ ചെയ്തു. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നമ്മൾ വരുമ്പോ ഉള്ള കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ടപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് വായോ. ചെക്ക് ഇൻ. അപ്പോ സമയം 10:20. നമ്മള് റൂം ചെക്ക് ഇൻ ചെയ്തു. അബാദ് കോപ്പർ കാസൽ, അതായത് നമ്മള് മൂന്നാർ ടൗണിന്റെ അടുത്ത് തന്നെയാണ് പ്രോപ്പർട്ടി. നമ്മൾ പേ ചെയ്തത് 4700 സംതിങ്. ബേസിക് റൂമാണ്. ബേസിക് റൂം, ഒരു കുഞ്ഞു റൂം, എയർ കണ്ടീഷൻ ഒന്നും ഇല്ല, പക്ഷെ തണുപ്പുണ്ട്. ഇവിടെ ഇപ്പൊ ടെമ്പറേച്ചർ കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കുഞ്ഞു ടി വി ഉണ്ട്, സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ടോയ്ലറ്ററീസ് ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ഒക്കെ റെനോവേഷൻ ഇപ്പോ കഴിഞ്ഞു, അതുകൊണ്ട് നല്ല ഇപ്പൊ റെനോവേഷൻ കഴിഞ്ഞ വാഷ്റൂമാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം. എനിക്ക് ലൊക്കേഷൻ പറയാൻ അറിയില്ല, എന്നാലും നമ്മൾ ഇന്നലെ മാങ്കുളം ഭാഗത്തുനിന്ന് വരുമ്പോ നമ്മുടെ മൂന്നാർ ടൗൺ എത്തുന്നതിന് മുമ്പേ റൈറ്റ് സൈഡിൽ ഒരു പാർക്ക് ഉണ്ട്. അപ്പൊ ആ പാർക്കിന്റെ സൈഡിൽ കൂടെ ഒരു കുഞ്ഞു ബ്രിഡ്ജ് ഉണ്ട്. നമ്മുടെ കാറൊക്കെ പോകും, വലിയ ട്രാവലർ ഒന്നും പോകില്ലാന്നേ ഉള്ളൂ, കാറൊക്കെ പോകും. ആ ബ്രിഡ്ജായിരുന്നു രാവിലെ മുതൽ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ കാണിക്കുന്നുണ്ടായത്, പക്ഷെ രാത്രി അത് കാണിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്തെങ്കിലും ലോക്ക് അങ്ങനെ ആയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ മൂന്നാർ ടൗണിൽ പോയിട്ട് നമ്മുടെ ഗ്യാപ്പ് റോഡ് ലെഫ്റ്റിലോട്ട് പോകും, റൈറ്റിലോട്ട് ഒരു റോഡുണ്ട്. ആ റോഡിൽ കൂടിയാ വന്നേ. ഒരു 2 കിലോമീറ്ററിന്റെ അടുത്ത് ഭയങ്കര മോശം. എൻ്റെ ഭാര്യക്ക് ഓഫ് റോഡ് ചെയ്യണം മൂന്നാർ വന്നിട്ടെന്ന് ഇന്നലെ മുതലേ ഉണ്ട് പറയുന്നു, ജീപ്പ് സഫാരിക്ക് പോകണമെന്ന്. അതുപോലത്തെ റോഡായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴേ അവർ പറഞ്ഞത് അത് ടാറ്റ ടി എസ്റ്റേറ്റിന്റെ പ്രൈവറ്റ് റോഡാണ്, അങ്ങോട്ട് എല്ലാ സമയത്തും ആൾക്കാരെ കയറ്റി വിടില്ല, നിങ്ങളെ കയറ്റി വിട്ടതിന്റെ ഭാഗ്യമാണ് രാത്രി. അപ്പോൾ ആ റോഡ് ഗവൺമെന്റിനോ ആർക്കും അത് ശരിയാക്കാൻ അവർ പെർമിഷൻ കൊടുക്കുന്നില്ല എന്ന്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങോട്ട് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഒരു കുഞ്ഞു ബ്രിഡ്ജ്, അത് ക്രോസ് ചെയ്തിട്ട് വേണം ഈ റിസോർട്ടിലേക്ക് വരാൻ. റിസോർട്ട് രാത്രി 11 മണിക്ക് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ കാഴ്ചയിൽ വലിയ കുഴപ്പമുണ്ടായില്ല. കാരണം ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. അവിടെയാണ് റോഡ്. ആ റോഡ് കൂടെ ഈ റിസോർട്ട് രാത്രി നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാവിലെയായി 8:30 നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി റിസോർട്ടിന്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. മുകളിലത്തെ ഫ്ലോറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. നമ്മള് ബേസ്മെന്റിലേക്ക് 3ാമത്തെ അല്ലേ, അങ്ങനെയാണ് ഉള്ളത്. പിന്നെ സ്റ്റെപ്പാണ് ഉള്ളത്, ലിഫ്റ്റ് ഇല്ല ഈ റിസോർട്ടിൽ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ലിഫ്റ്റ് വരുമ്പോ അവരോട് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലെ റൂംസ് തന്നെ ചോദിച്ച് വേണ്ടി. നല്ലൊരു മലയണ്ണാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നതാണ്. ഹായ് വാ, കണ്ടോ? അതുകൊണ്ട് അവിടെ നിൽക്കുന്നു.
അബാദിന്റെ പ്രോപ്പർട്ടിയിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അങ്ങോട്ടാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വരുമ്പോൾ റിസപ്ഷനിൽ സാറ് ചോദിച്ചു, മുരളി സാറാണോ? അപ്പൊ ഞാൻ പറഞ്ഞു നവനീത്. നിങ്ങൾ മാത്രമേ ഇന്നലെ ചെക്ക് ഇൻ ചെയ്യാൻ ബാക്കിയുണ്ടായുള്ളൂ. ഞാൻ ഡിന്നർ കഴിക്കാൻ പോകുമ്പോ 9:30 പോലും ഞാൻ ചോദിച്ചായിരുന്നു അവര് വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നോ, ഇനി വഴി തെറ്റി പോവെങ്ങാനും ചെയ്തോ. അപ്പോ അവിടുത്തെ റിസപ്ഷനിലെ ചെക്കൻ പറഞ്ഞ പോലും വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതെ നമുക്ക് റേഞ്ച് ഉണ്ടായില്ലല്ലോ. എന്നിട്ട് അവര് പറഞ്ഞു ഇന്നലെ റൂംസ് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയിരുന്നു. പിന്നെ ഇന്നലെ നമ്മളോട് കുറെ വിശേഷങ്ങളൊക്കെ, നമ്മളൊരു ഫാമിലി മാത്രമേ ചെക്ക് ഇൻ ചെയ്യാത്തുള്ളൂ. അതാണ്, നമ്മൾ മാത്രമേ ചെക്ക് ഇൻ ചെയ്യാത്തേ ഉള്ളൂ. ഇവിടെ ഇല്ല, നോർമലി എല്ലാവരും വരുന്നവരൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 9 മണി മുമ്പ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ. ഇവർക്ക് പിന്നെ പേടി ഉണ്ടായിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ 10-11 മണിക്കൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഡിന്നർ കഴിച്ചില്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു അത് നമുക്ക് അറിയായിരുന്നു, അതുകൊണ്ട് കഴിച്ചിട്ടാ വന്നേന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇവിടെ അബാദിന്റെ തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, സ്ലിപ്പറി ആണ് ഇച്ചിരി, ഫെൻസിങ് ഒന്നും ഇല്ല, നോക്കി നിന്നേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാം. നീലക്കുറിഞ്ഞി ഉണ്ടോ ഇവിടെ? എഴുതി വെച്ചേക്കുന്നു. വേണ്ട വേണ്ട, ഇതായിരിക്കും നീലക്കുറിഞ്ഞിയുടെ ചെടി. ഇത് അറിയില്ല, എനിക്കറിയില്ല. ആരെങ്കിലും അറിയുവാണെങ്കിൽ കമന്റ് ചെയ്ത്. ഇല്ല, നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കാപ്പി കാപ്പി കുരു. ദിസ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് കാപ്പി കുരു. സൈഡിലേക്ക് പോകണ്ട, ഫെൻസിങ് ഇല്ല, നിലത്ത് വീണ് ഞാൻ എടുക്കില്ല. കണ്ടു എന്ത് ദുഷ്ടനാന്ന് നോക്കണം. ഞാൻ നിലത്ത് വീണാൽ ഇവരോടെല്ലാം പറയണേട്ടാ, ഒരാൾ താഴെ പോയ. ഈ ചെടിയുടെ അപ്പുറത്തേക്ക് വലിയ ചർത്താട്ടോ, അങ്ങോട്ട് താഴേക്കോ. ഇവിടുന്ന് സ്ലിപ്പായാ താഴെ എത്തി, അത് താഴെ ആറ്റുകുണ്ടിലെത്തി. അപ്പൊ ഞാൻ ബ്ലാങ്കറ്റിൽ വിളിച്ചു പറയും, അവിടെ കളക്ട് ചെയ്തോളാം, അവിടുന്ന് കളക്ട് ചെയ്തോളാം, ഞാൻ മേടിച്ചോളാം. അപ്പൊ ഇത് നോക്കണേ പോകുമ്പോ, ഇത് നല്ല കിടിലനൊരു വ്യൂ പോയിന്റ് കണ്ടോ, ബാക്ക് സൈഡ് നമ്മുടെ. ഓ, നല്ല രക്ഷ ഇല്ലാത്ത വ്യൂ പോയിന്റ് അല്ലേ, നല്ല രക്ഷയുള്ള വ്യൂ പോയിന്റ്, അടിപൊളി വ്യൂ പോയിന്റ്. ഇന്ന് മൂന്നാർ അത്യാവശ്യം രാവിലെയാണ്, 10 മണിയാണ്, അത്യാവശ്യം പ്രസന്നതയൊക്കെ ഉണ്ട്. ഏത് സമയവും മഴ പെയ്യാം. ആ ഭാഗത്തൊക്കെ നല്ല വെയിൽ കാണുന്നുണ്ട്, പക്ഷെ ഈ ഭാഗത്തൊക്കെ കോട ഇറങ്ങുന്നുണ്ട്. ഇവിടെയൊക്കെ മേഘാവൃതമാണ്. ഇതാ കണ്ട, ഞാൻ തമാശ പറയുന്നല്ല, ഇതാ നോക്ക്, ഇതാ ഇവിടെ മേഘാവൃതം, ഇതാ അവിടെ നല്ല വെയില്, ഇതാ ഇവിടെ നല്ല കോട, എല്ലാം ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഇത്. അപ്പൊ റിസോർട്ട് എന്നുള്ള രീതിയിൽ 4500 നമുക്ക് ഈ റൂം കിട്ടിയത്. അപ്പം അത് കുഴപ്പമില്ലാത്ത ഒരു റേറ്റിനാണ്, മീൻസ് ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു റിസോർട്ട് കാറ്റഗറിയിൽ ഹോട്ടൽസ് കിട്ടും. അങ്ങനെയല്ല, റിസോർട്ട് കാറ്റഗറിയിൽ പെടുന്ന റൂം ആണെങ്കിൽ ഇത് കുഴപ്പമില്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. പിന്നെ ആകെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റ് ഇല്ല എന്നുള്ളത്. ഇനിയിപ്പോ പ്രായമുള്ളവരെയും കൊണ്ട് വരുമ്പം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാനേജ് ചെയ്യാം. അല്ലാണ്ട് വേറെ നമുക്ക് ആകെ സ്റ്റെയർസ് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെയും മിനിയാന്നും കുറച്ചും കൂടെ ലക്ഷറിയസ് പ്രോപ്പർട്ടീസിൽ നിന്നുകൊണ്ടായിരിക്കും അത്ര സ്പ്രെഡ് ഇല്ല, എന്നാലും അടിപൊളിയായിരുന്നു. കാര്യം പറയട്ടെ, അത് 5 സ്റ്റാർ പ്രോപ്പർട്ടി, ഇത് 3 സ്റ്റാർ. അതിന്റെ മെനു ഉണ്ടായിരുന്നു, കാരണം ഒരു ഇഡ്ഡലി ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, ഉപ്മാവ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 3 സ്റ്റാർ റിസോർട്ടിൽ കിട്ടുന്ന നല്ല ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. സ്റ്റേയും കൊള്ളാം, പക്ഷെ AC ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ചൂട് കാലത്ത് എങ്ങനെ ആൾക്കാർ സർവൈവ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ വന്ന സമയത്ത് ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു. ഒരു 18-17 ഡിഗ്രി ഒക്കെയാണ് തണുപ്പ്. 14 ഡിഗ്രി ഒക്കെയാണ് രാത്രി തണുപ്പ്. അപ്പൊ പിന്നെ എന്താ, ഫാൻ ഇടുമ്പോ തന്നെ നല്ല തണുപ്പ്, നല്ല കോസി. നമ്മളങ്ങനെ ആ സാറ് പറഞ്ഞ വ്യൂ പോയിന്റിലെത്തി. ഇവരുടെ പ്രൈവറ്റ് വ്യൂ പോയിന്റ് ആണ്. ഇതിൽ നിന്ന് ഒന്ന് കാല് സ്ലിപ്പായാൽ താഴെ കണ്ടോ, കൊക്കയാണ്, കൊക്ക. അതുകൊണ്ട് വ്യൂ പോയിന്റിലേക്ക് വരുന്നതൊക്കെ കൊള്ളാം. വലിയ സാഹസികമായ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവര് പറഞ്ഞായിരുന്നു ഈ കല്ലിന്റെ മുകളിൽ പ്രത്യേകിച്ച് കയറരുത്. നല്ല സ്ലിപ്പറിയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. എങ്ങോട്ടാ പോകുന്നേ? നമുക്ക് ഇനി പ്ലേ ഏരിയ കാണണം.
റിക്രിയേഷൻ റൂം ഉണ്ടെങ്കിൽ അത് ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ അവിടെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കളിച്ചിട്ടൊക്കെ. ഓക്കെ. നമ്മുടെ റിസപ്ഷനൊക്കെ ആ ഏരിയയിലാണ്. പക്ഷെ ഇവിടെ കൂടെ ഒരു സ്റ്റെയർ കാണുന്നുണ്ട്. ജസ്റ്റ് ഇറങ്ങി നോക്കാം. ശ്രദ്ധിച്ചിറങ്ങില്ലേ, ചിലപ്പോൾ വഴിക്കുണ്ടാവും. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇതാണ് ഇവരുടെ ക്യാമ്പ് ഫയറിന്റെ ഏരിയ. മഴയില്ലാത്ത സമയങ്ങളിൽ ക്യാമ്പ് ഫയർ ഉണ്ടാവും. ഇവിടെ തീ കത്തിക്കും. ഇവിടെ കസേരയൊക്കെ ഉണ്ട്. ഇരിക്കാം, പാട്ട് വെക്കാം, നൃത്യങ്ങൾ കളിക്കാം. എന്റെ അമ്മേ, അവിടെ ചെറിയ സ്ലൈഡ് ഉണ്ട്. ചെറിയ കുട്ടികൾ അത് ഇവിടെ ക്യാമ്പ് ഫയറിന്റെ സമയത്ത് വലിയ സ്ലൈഡ് അപ്പുറം. ഇപ്പൊ ക്യാമ്പ് ഫയറിന്റെ സമയത്ത് ഇവിടെ ഉണ്ട് ചെറിയ പിള്ളേരുണ്ട്. അപ്പൊ അവർക്ക് ഫോൺ അടിക്കുന്നു. അപ്പൊ അവർക്ക് ഡാൻസ് ചെയ്യണ്ടേ? ചെറിയ സ്ലൈഡ്, ചെറിയ സ്ലൈഡ്. ഞാൻ കയറിയ പൊട്ടോ, അതുകൊണ്ട് കയറുന്നില്ല. ഓക്കെ. ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസം. രാത്രി ആ റോഡിന്ന് കാണുമ്പോ നല്ലൊരു ഫീല്. പിന്നെ ഇതാണ് ഇവരുടെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ. പിന്നെ ഈ റിസോർട്ടിൽ വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുരങ്ങന്മാരെയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ജനല് തുറന്നു വെച്ച് പോകരുത്. വണ്ടി പ്രോപ്പർലി ലോക്ക് ചെയ്തിട്ട് പോകണം. അല്ലെങ്കിൽ കുരങ്ങുകൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾക്ക് ആരും ഉത്തരവാദികൾ ആകുന്നതല്ല. ചെസ് ഉണ്ട്, ക്യാരംസ് ഉണ്ട്, പിന്നെ നമ്മളെ കളിയുണ്ട്. ഓൺലൈൻ ലൂഡോ കിങ്ങിയിരിക്കുന്നിരിപ്പ എൻ്റെ ഓൺലൈൻ ലൂഡോ കളിക്കുമ്പോൾ ആ റഞ്ചം പൊറഞ്ച അവളെ തട്ടിക്കളയും. ഇപ്പൊ കണ്ട അവളുടെ 4 എണ്ണം ഉള്ളിൽ എൻ്റെ 4 എണ്ണം പുറത്തുണ്ട്. ഒന്ന് ഫിനിഷ് ചെയ്യാനായി, ഒന്ന് ഇവിടെ ഉണ്ട്. അതിനുണ്ട് ഒറിജിനൽ ലൂഡോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അബാദ് കോപ്പർ കാസ്റ്റൽ എന്ന് പറഞ്ഞ റിസോർട്ടിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു ജോറ് എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.